കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 9 പേരുടെ മരണത്തിനിടയാക്കിയ ശിരൂർ ദുരന്തത്തിന് 1 വർഷം തികയുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ അർജുനൊപ്പം കർണാടക, തമിഴ്നാട് സ്വദേശികളും മരിച്ചു. ഗംഗാവാലി പുഴയിൽ 72 ദിവസം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലും 2 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. സരീഷ് പേക്കിയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി. സരീഷ്, ഗുഡ് മോർണിംഗ്. അന്ന് ഈ സംഭവം ഉണ്ടായ ദിവസം മുതൽ അർജുനെ കണ്ടെത്തുന്നത് വരെ, അല്ലെങ്കിൽ ആ ലോറി കണ്ടെത്തുന്നത് വരെ ഈ ദൗത്യത്തിനൊപ്പം ഉണ്ടായിരുന്നയാളാണ് സരീഷ്. ഇന്നിപ്പോൾ ആ സംഭവം നടന്ന് 1 ആണ്ട് തികഞ്ഞിരിക്കുകയാണ് സരീഷ്. ഈ സമയം എത്ര വേഗം ഓടിപ്പോകുന്നു എന്നതിനപ്പുറം അർജുൻ എന്ന് പറയുന്ന ആ ഒരു മുഖം, ആ ഒരു ഓർമ്മ, അതൊക്കെ നമ്മളിൽ നിന്ന് തുടങ്ങിയിട്ട് 1 വർഷമാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് സരീഷിന് എന്തൊക്കെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്? ലോക മലയാളികളെ സംബന്ധിച്ചിടത്തോളം അർജുൻ എന്ന നോവ് ഇപ്പോഴും മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആ അർജുൻ എന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ഈ 72 ദിവസം എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നീണ്ടുപോയത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമാണ് അർജുൻ എന്നുള്ളത്. കാരണം കർണാടകയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു മണ്ണിടിച്ചിൽ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം രാവിലെ ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ മെല്ലെപ്പോക്ക്, അതായത് രക്ഷാപ്രവർത്തനമൊക്കെ മെല്ലെപ്പോക്കുണ്ടായിരുന്നു. ആദ്യ 2 ദിവസം പുറം ലോകം പോലും അറിഞ്ഞിരുന്നില്ല അർജുൻ എന്നൊരാൾ അതിനകത്തുണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം ആഘാതം ആ മണ്ണിടിച്ചിലിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. കാരണം കർണാടകത്തിൽ ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നു, ദേശീയപാതയുടെ അടുത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. റോഡ് പൂർണ്ണമായി ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു. ഇത് മാത്രമാണ് പുറം ലോകം ആദ്യ മണിക്കൂറുകളിൽ അറിഞ്ഞത്. പിന്നീടാണ് അർജുൻ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വാദവുമായി കുടുംബം രംഗത്തെത്തുന്നുണ്ട്. പലതവണ ഈ കർണാടക സംസ്ഥാനവുമായി ബന്ധപ്പെട്ട്, കർണാടക വകുപ്പുമായി ബന്ധപ്പെട്ടെങ്കിലും അവർക്ക് ശാശ്വതമായൊരു മറുപടി, അല്ലെങ്കിൽ കൃത്യമായൊരു മറുപടി കിട്ടുന്നില്ല. അതിന് പിന്നാലെയാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് അർജുൻ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അർജുൻ്റെ ലോറി അവിടെയുണ്ട്, ഇപ്പോഴും ആ ബെൽ, അദ്ദേഹത്തിൻ്റെ ഫോൺ ബെൽ അടിക്കുന്നുണ്ട് എന്ന കാര്യം, അല്ലെങ്കിൽ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം പുറം ലോകം അറിയുന്നത്. പിന്നീടാണ് ദ്രുതഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പിന്നീട് മാധ്യമപ്രവർത്തകരൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ളവർ ആദ്യഘട്ടത്തിൽ തന്നെ അവിടേക്ക് എത്തുന്നു. നമ്മളവിടെ പോകുമ്പോൾ കൃത്യമായി ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം ദൂരം ആ ദേശീയപാതയിൽ മുഴുവനായി മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഭാഗത്തേക്ക് പോകാനാവാത്ത ഒരു സാഹചര്യമായിരുന്നു. അതായത് ആ മേഖലയിൽ യാത്രാ വിലക്കുള്ള സമയമായിരുന്നു. പിന്നീട് കൃത്യമായുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ നടക്കുന്നു. ആദ്യഘട്ടത്തിൽ നടന്നത് ആ റോഡിൽ തന്നെയുള്ള പരിശോധനയാണ്. കാരണം അർജുൻ്റെ മൊബൈൽ എവിടെയാണോ റിങ് ചെയ്തത് ആ പോയിൻ്റ് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യത്തെ പരിശോധന. പക്ഷേ ആദ്യഘട്ടങ്ങളിലെ പരിശോധനയൊക്കെ വലിയ വെല്ലുവിളി നേരിടുന്നതായിരുന്നു. കാരണം അത്രത്തോളം ഭാഗങ്ങളിൽ മണ്ണ് അടിഞ്ഞുകൂടിയ സാഹചര്യമുണ്ടായിരുന്നു. ആദ്യം ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ അവിടെയുള്ള സംസ്ഥാന സേനയുടെ വിഭാഗങ്ങളും എത്തുന്നു. പക്ഷേ ആ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ല. പിന്നീട് നേവിയുടെ സഹായം തേടുന്നു, സൈന്യത്തിൻ്റെ സഹായം തേടുന്നു. അങ്ങനെ കൃത്യമായി മണ്ണ് എടുത്തുള്ള പരിശോധന നടക്കുന്നു. പക്ഷേ ആ സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിലൊന്നും തന്നെ ഈ ലോറി കണ്ടെത്താൻ ആകുന്നില്ല എന്നുള്ളതാണ്. ആദ്യത്തെ 12 ദിവസങ്ങൾ, അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഗോൾഡൻ അവേഴ്സ് ആയിരുന്നു ആദ്യ മണിക്കൂറുകൾ. അത് കൃത്യമായി പരിശോധന നടത്തിയിരുന്നെങ്കിൽ എന്നുള്ളതായിരുന്നു ആദ്യ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ പിന്നീട് ഓരോ ദിവസവും വൈകുന്തോറും ആ പ്രതീക്ഷകൾ നഷ്ടമായിക്കൊണ്ടേയിരുന്നു. ആദ്യഘട്ടത്തിൽ 14 ദിവസമായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ആദ്യം ഈ റോഡിലായിരുന്നു പരിശോധനയെങ്കിൽ പിന്നീട് അത് പുഴയിലേക്ക് മാറുന്നു. പുഴയിലാകാം, അതായത് റോഡിൽ ലോറി ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നീട് പുഴയിലാകാം ലോറി എന്ന സ്ഥിരീകരണത്തിലേക്ക് പോകുന്നു. അവിടെയാണ് ഈശ്വർ മാൽപ്പയുടെയും ഒപ്പം തന്നെ അഡ്വക്കേറ്റ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെയും ഒക്കെ സാന്നിധ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം അവരുടെ സാന്നിധ്യമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു പരിശോധനയായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിൽ തന്നെ ഏറ്റവും നിർണായകമായത്. കാരണം ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്കാനിങ് യൂണിറ്റ് എത്തുകയും അവിടെ ഹെലിക്യാം ഉൾപ്പെടെ അല്ലെങ്കിൽ പറത്തിക്കൊണ്ട് എവിടെയാണ് ഈ ലോറി എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം ഈ ഈശ്വർ മാൽപ്പ, അതായത് നേവിക്ക് പോലും, അല്ലെങ്കിൽ നേവി ഉദ്യോഗസ്ഥർക്ക് പോലും ആ പുഴയിലിറങ്ങാൻ സാധിക്കാത്ത, കാരണം അന്ന് അപ്രതീക്ഷിതമായ മഴയായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും, നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് തന്നെ മഴ എത്തുകയും മഴ മാറുകയും ശക്തമായ മഴയുണ്ടാവുകയൊക്കെ ചെയ്യുന്ന പ്രവചിക്കാനാകാത്തൊരു കാലാവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിൽ വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കയറുകയും അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ശക്തി കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേവി ഉദ്യോഗസ്ഥർക്ക് പോലും അതിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഈശ്വർ മാൽപ്പ എത്തുന്നു. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നു. അവിടെ കയറുൾപ്പെടെ, അതായത് ലോറിയുടെ നേരത്തെ
തടി ബന്ധിപ്പിച്ചിരുന്ന കയറുൾപ്പെടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം. പക്ഷേ പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ മഴ ശക്തമാവുകയും ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ രക്ഷാദൗത്യം തുടർന്ന് കൊണ്ടുപോകാനാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 14 ദിവസത്തിന് ശേഷം ആദ്യഘട്ട രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും പല യന്ത്രങ്ങളും എത്തിക്കാനുള്ള എളുപ്പവഴികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരു 10 ദിവസത്തിന് ശേഷം വീണ്ടും രക്ഷാദൗത്യം പുനരാരംഭിക്കുന്നു. പക്ഷേ അത് 4 ദിവസം മാത്രമാണ് രക്ഷാദൗത്യം തുടർന്നത്. കാരണം കൃത്യമായി പുഴയിൽ കേന്ദ്രീകരിച്ചായിരുന്നുള്ള പരിശോധന ആ രക്ഷാദൗത്യവും ഈ അതിശക്തമായ മഴയെ തുടർന്ന് അവസാനിപ്പിക്കേണ്ടി വരുന്നു. അങ്ങനെ വീണ്ടും ഒരു പക്ഷേ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മൂന്നാമതായുള്ള രക്ഷാദൗത്യം പുനരാരംഭിക്കുന്നത്. ആ രക്ഷാദൗത്യമായിരുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും നിർണായകമായി മാറിയത്. അതിനിടയിൽ തന്നെ പലപ്പോഴായി പല മൃതദേഹങ്ങളും കണ്ടെത്തി. യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ പോകുമ്പോൾ ഈ നാട്ടുകാർക്ക് പോലും ഇതൊരു വലിയ ദുരന്തമാണെന്നോ ഇത്രയേറെ ആളുകൾ, അതായത് ആദ്യഘട്ടത്തിൽ എത്ര പേർ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് കർണാടക സർക്കാരിനോ അല്ലെങ്കിൽ മറ്റാളുകൾക്കോ പോലും ദുരന്ത നിവാരണ അതോറിറ്റിക്കോ ജില്ലാ കളക്ടർക്കോ പോലും കൃത്യമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. പലപ്പോഴും മണ്ണ് നീക്കുകയും ഈ പുഴയിലുള്ള പരിശോധന നടത്തുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ ഈ തമിഴ്നാട് സ്വദേശിയുടെയും അതോടൊപ്പം തന്നെ കർണാടക സ്വദേശിയായ ഒരു സ്ത്രീയുടെയും ഉൾപ്പെടെയുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെ മൂന്നാം ഘട്ടത്തിൻ്റെ അവസാന ഭാഗത്ത് 72-ാം ദിവസം മാത്രമാണ് അർജുൻ്റെ മൃതദേഹം, ആ ലോറിയും മൃതദേഹം ഉൾപ്പെടെ വീണ്ടെടുക്കാനാകുന്നത്. പിന്നീട് അങ്ങോട്ട് നടന്നതും സമാനതകളില്ലാത്ത സാഹചര്യമായിരുന്നു. കാരണം ഷിരൂർ മുതൽ അദ്ദേഹത്തിൻ്റെ വീട് വരെ വിലാപയാത്ര, ആ വിലാപയാത്രയ്ക്ക് പല സ്ഥലങ്ങളിലും നിർത്തിവെക്കേണ്ടി വന്നു. കാരണം അത്രത്തോളം ആളുകൾ ആ വിലാപയാത്ര കാണാൻ എത്തിയിരുന്നു. ഇപ്പോഴും ആ വിങ്ങൽ കേരള മനസ്സിൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ നിന്നും മാറി. സരീഷ് പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു യാത്രയയപ്പ് ഒരാൾക്കും നൽകിയതായി എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു വലിയൊരു ദുരന്തം, ഇങ്ങനെ ഒരു ദുരന്തത്തെ നമ്മൾ ആരും ഇതിനു മുൻപ് കണ്ടിട്ടോ അറിഞ്ഞിട്ടോ അതിജീവിച്ചിട്ടോ ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു അർജുൻ്റെ ആ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. പിന്നീട് നോക്കൂ, നീണ്ട 72 ദിവസമാണ്, ഏറെക്കുറെ 3 മാസം കാലത്തോളം അർജുനെ കാണുന്നില്ല. പിന്നെ ഈ തുടങ്ങി വയ്ക്കുന്ന ദൗത്യം പകുതിക്ക് വെച്ച് നിർത്തുന്നു, വീണ്ടും തുടങ്ങുന്നു. അങ്ങനെ അർജുൻ്റെ വീട്ടുകാരുടെ, നാട്ടുകാരുടെ, ബന്ധുക്കളുടെ, അർജുൻ്റെ സുഹൃത്തുക്കളുടെ, ഈ കേരളക്കരയുടെ മുഴുവൻ മാധ്യമങ്ങൾ ഉറക്കമിളച്ചു നിന്ന രാവുകൾ, പകലുകൾ, അങ്ങനെ ഒടുവിൽ അർജുനെ നമുക്ക് കിട്ടുകയാണ്, അർജുൻ്റെ ശരീരം കിട്ടുകയാണ്. അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായി 1 ആണ്ട് തികഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഇപ്പോഴും അർജുനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു സങ്കടം നമ്മുടെ ഉള്ളിൽ ഒക്കെ നിഴലിക്കുന്നുണ്ടല്ലേ. ആ ഒരു മരണമൊക്കെ ഒരു വല്ലാത്തൊരു മരണമല്ലേ സംഭവിച്ചതുമൊക്കെ. വീട്ടുകാർക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ളൊരു ശേഷി ഉണ്ടാകട്ടെ. ആ കുഞ്ഞിൻ്റെ ആ പുറത്തെടുത്ത വാഹനത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ കളിപ്പാട്ടമൊക്കെ കിട്ടിയത് ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ ആ ചിത്രമൊക്കെ നിൽക്കുകയാണ്. സരീഷാണ് വിവരങ്ങൾ നൽകിയത്. സരീഷ് തുടക്കം മുതൽ തന്നെ ഈ ഒരു ദൗത്യം തുടങ്ങിയ സമയം മുതൽ തന്നെ അവിടെ ഷിരൂരിൽ ഉണ്ടായിരുന്നു. ആ വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിൽ ഒരാളും സരീഷായിരുന്നു.